ആധുനിക ലോകത്തിന്റെ സാഹചര്യങ്ങളോട്, ആധുനിക ലോകത്തിന്റെ പരിസ്ഥിതിയോട് തുലനം ചെയ്യാൻ ആ വിഷയങ്ങളെ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. ഈ സദസ്സിലേക്ക് കടന്നു വന്നവരിൽ ആണുങ്ങളുണ്ടല്ലോ, പെണ്ണുങ്ങളുണ്ടല്ലോ. ഇസ്ലാമിന്റെ ഒരു സുപ്രധാനമായ നിയമം എന്താണ്? ആണും പെണ്ണും മുഖത്തോട് മുഖം നോക്കി രസിക്കാൻ പാടില്ല. ആണുങ്ങൾ ഉള്ളിടത്തേക്ക് പെണ്ണുങ്ങൾ കയറി ചെല്ലാൻ പാടില്ല. പെണ്ണുള്ളിടത്തേക്ക് ആണും കയറി ചെല്ലാൻ പാടില്ല. നിങ്ങൾ എവിടെയെങ്ങാനും ഒരുമിച്ച് കൂടിയാൽ ആ ഒരുമിച്ച് കൂടുന്ന ഘട്ടത്തില് കൃത്യമായ മറകളുണ്ടാകണേ. പെൺമക്കളെ അഴിച്ചുവിടാൻ പാടില്ല. നിങ്ങൾ മക്കളുടെ പഠനത്തിന്റെ പേരും പറഞ്ഞിട്ട് അവരുടെ ഔറത്ത് വെളിവാക്കിയിട്ട് സ്കൂളുകളിലേക്കും കോളേജ് തലങ്ങളിലേക്കും ക്യാമ്പസുകളിലേക്കും വിടാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു നിയമവ്യവസ്ഥിതിയെ മുന്നോട്ട് വെക്കുമ്പോ ആഗോള തലത്തിൽ നിന്ന് കടന്നു വരുന്ന ആധുനിക മനുഷ്യന്മാർ, ആധുനിക യുവതി യുവാക്കൾ പരിഹസിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിന്റെ പഴഞ്ചന് നിയമമാണിതെന്ന് പറഞ്ഞിട്ട് ഈ നിയമത്തിനെ പരിഹസിക്കുമ്പോ ആണും പെണ്ണ് കണ്ടാൽ എന്തടാ പ്രശ്നമെന്ന് ആലിമീങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോ, ഞങ്ങളൊന്ന് അടുത്തിരുന്നാൽ ആർക്കാണടാ ഇവിടെ ഉരുകുന്നത് എന്ന് ചോദിക്കുമ്പോ, ഞങ്ങളൊന്ന് തൊട്ടുപോയാൽ, ഞങ്ങളൊന്ന് സിനിമയ്ക്ക് പോയാൽ ഇവിടെ ആർക്കാണ് പൊള്ളുന്നത് എന്ന് ആധുനിക കാലഘട്ടത്തിന്റെ കോളേജ് കുമാരി കുമാരന്മാര് നമ്മളോട് ചോദിക്കുമ്പോ, അങ്ങനെ പരിഹസിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നേതാവ്, കിഴക്ക് പടിഞ്ഞാറുകളുടെ രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ നിയമത്തിന്റെ പ്രസക്തി എത്രയാ? ആ പ്രസക്തി എന്ന് പഠിക്കാൻ ഏറ്റവും ലളിതമായ ഒരു മാർഗമുണ്ടല്ലോ. ഇങ്ങെടുക്കുക, ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്ത് ഈ സദസ്സിന്റെ മുന്നിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ആലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ നിയമത്തിനെ നീ വെല്ലുവിളിക്കടാ. ആണും പെണ്ണും ഇടകലരുമ്പോ, ആണും പെണ്ണും ഒരുമിച്ച് കൂടിയിട്ട് തൊഴിൽ മേഖലകളിൽ ബന്ധപ്പെടുമ്പോ ലോകത്ത് എന്താണ് സംഭവിക്കുക എന്ന് ഒരു പ്രവാചകാധ്യാപനം കിടക്കെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത മുസ്ലിമീങ്ങളാണടാ നിങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കുന്നവരുണ്ടോ? ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് പുറത്തോട്ട് വെക്ക് സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ കോളേജ് കുമാരി, ആ റിപ്പോർട്ട് എടുത്ത് മുന്നിൽ വെച്ചിട്ട് നീ പറ, ലോകത്തിന്റെ നേതാവിന്റെ ചർച്ച ഏതു രൂപത്തിലാണ്? നിനക്കറിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അല്ലാ, അറിവുണ്ടായിട്ട് കാര്യമില്ല പൊന്നുമോളെ. യുവാവേ, നിനക്കറിവുണ്ടായിട്ട് കാര്യമില്ലടാ. തിരിച്ചറിവില്ലാത്ത അറിവ് കൊണ്ടെന്ത് പ്രയോജനമാ? അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ, ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങോട്ട് കടന്നു വരുമ്പോ സാംസ്കാരിക കേരളം ഞെട്ടിത്തെരിച്ചു പോയെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സിനിമാ മേഖലയുടെ ഉള്ളറകളിൽ നടന്ന ഈ ലൈംഗികമായ പീഡന വാർത്തകൾ പുറത്തു വന്നപ്പോ സാംസ്കാരിക കേരളം ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. ആ ഞെട്ടിയവരുടെ കൂട്ടത്തില് ഞാനില്ല. ദീനിന്റെ ഒരൊറ്റ അഹിലുകാരനുമില്ല. സാംസ്കാരിക കേരളത്തിൽ ദീൻ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു മുസൽമാനും ഞെട്ടലുണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല. എന്തുകൊണ്ടാ? ബ്രേക്ക് ഇല്ലാതെടാ, ആ വാഹനത്തിന് ബ്രേക്ക് ഇല്ല, നീ അത് എടുത്തോണ്ട് പോവരുതെന്ന് പറഞ്ഞിട്ടും ആ ബ്രേക്ക് ഇല്ലാതെ വാഹനം എടുത്തോണ്ട് പോയവൻ അവിടെ പോയി ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞാ നമ്മൾ എന്തിനാ ഞെട്ടുന്നത്? അവൻ എന്തായാലും പോയാ വീഴുന്ന് ഉറപ്പിച്ചിട്ടാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ അവന്റെ ആക്സിഡന്റ് കേട്ടാ നമ്മൾ ഞെട്ടൂല, നമുക്ക് ഞെട്ടലില്ല. കാരണം അത് സംഭവിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കഥയറിയാത്തവൻ ഞെട്ടും. കഥയറിയാത്തവർ ആ വാർത്ത കേൾക്കുമ്പോൾ ഞെട്ടും. ഞങ്ങളെ MLA ഇങ്ങനത്തെ ആളോ, ഞങ്ങളെ MP ഇങ്ങനത്തെ ആളോ, ഞങ്ങളെ സൂപ്പർ സ്റ്റാർ, ഞങ്ങളെ മെഗാസ്റ്റാർ, ഞങ്ങളെ ജനപ്രിയ നായകൻ ഇവരിങ്ങനെയായിരുന്നോ? ഒന്ന് ഞെട്ടും. പക്ഷേ ദീൻ എന്ന് പറയുന്ന ബ്രേക്കിനെ മുറുകെ പിടിച്ച അല്ലാഹുവിന്റെ റസൂൽ 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ നിയമത്തെ മുറുകെ പിടിച്ചിട്ട് ഇതിനെ വീക്ഷിച്ചു കൊണ്ടിരുന്നവന് ഞെട്ടലുണ്ടാകൂല. അത്ര ഞെട്ടാ മാത്രം ഞങ്ങൾ അൽത്തില്ല. പ്രിയപ്പെട്ടവരെ, കഥയറിയാത്തവർ ഞെട്ടിയിട്ടുണ്ടാകാം, അല്ലാഹു അഅലം. ഏതായാലും ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ബോധ്യപ്പെട്ടത്? ദീനുൽ ഇസ്ലാം
മുന്നോട്ട് വെച്ച ഒരു ആശയം, ഒരു നിയമം, ഒരു നിർദ്ദേശം അത് ലംഘിക്കപ്പെടുന്നിടത്ത് അതിൻ്റെതായ പ്രതിസന്ധികൾ അതേതൊരു കാലഘട്ടത്തിലായാലും അതിൻ്റെതായ ചില പ്രതിസന്ധികൾ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നതാണ് ഈ പാഠം, എന്നതാണ് ഹേമ കമ്മിറ്റി നമുക്ക് നൽകുന്ന പാഠം. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? അള്ളാഹു റസൂൽ പറഞ്ഞോട്ട് വെക്കുന്ന ഒരു നിയമം, ഒരു വ്യവസ്ഥ, അതിന്റെ അതിര് ലംഘിക്കുമ്പോ നമ്മൾ പറയുന്നത് എന്താ? ലോക നേതാവ് കാണിച്ചു തന്ന നിയമമാണ്, അത് കാലഘട്ടങ്ങളെ അതിജയിക്കുന്നതാണ്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞല്ലോ, യുഗയുഗാന്തരങ്ങളായി ദശദശാന്തരങ്ങളായി കാലഘട്ടത്തിനെ ആ പ്രവാചകൻ അതിജയിക്കുകയാണ്. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അതിജയിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്റെ പാഠങ്ങളെ എവിടെ നമ്മൾ മാറ്റിവെക്കുന്നു, അവിടങ്ങളിൽ ചില അപകടങ്ങൾ പതിയിരിക്കുന്നതായി നമുക്ക് കാണാം, ചില പ്രതിസന്ധികൾ രൂപപ്പെടുന്നതായി നമുക്ക് കാണാം. ഇവിടെ ഈ സ്ത്രീ വിരുദ്ധത പറയുമ്പോ, ഈ പെണ്ണുങ്ങളെ മുഴുവനും ചൂഷണം ചെയ്ത, ബലാത്കാരമായി പീഡിപ്പിച്ച ഈ വിഷയം പറയുമ്പോ, ഈ സ്ത്രീ വിരുദ്ധത സിനിമാ മേഖലയിലായാലും അതൊരു സ്കൂളിലായാലും ക്യാമ്പസിലായാലും പൊതുയിടത്തിലായാലും ഈ സ്ത്രീ വിരുദ്ധത ഒറ്റ സുപ്രഭാതത്തിൽ പൊട്ടിവന്ന ഒന്നല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഈ സ്ത്രീ വിരുദ്ധത കേവലം ചെറിയ കാരണങ്ങളുടെ പേരിൽ ഇവിടെ രൂപപ്പെട്ടതുമല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ലിബറലിസവും അതുപോലെ തന്നെ മുതലാളിത്തവും അതുപോലെ തന്നെ മതവിരുദ്ധ ശക്തികളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുക്തിവാദികളും ഇവന്മാരൊക്കെയും നീണ്ട നാളുകളായി നടത്തിയിട്ടുള്ള വലിയൊരു ചതിയുടെ ഭാഗമാണ്. ഇവരൊക്കെയും കൂടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയുടെ ചതിയുടെ ഭാഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ ചതി എന്ന് നിങ്ങൾക്കറിയുമോ? സർവം സ്വാതന്ത്ര്യം, സർവത്ര സ്വാതന്ത്ര്യം. ഇന്നത്തെ യുക്തിവാദികളുടെ മുദ്രാവാക്യ, ജബ്ബാർ മാഷിന്റെ മുദ്രാവാക്യ, സി രവിചന്ദ്രന്റെ മുദ്രാവാക്യ എന്താ പ്രിയപ്പെട്ടവരെ? ലിയാഖത്ത് അലിയുടെ മുദ്രാവാക്യമാണ്. എന്താണ് മുദ്രാവാക്യം? സർവത്ര സ്വാതന്ത്ര്യം, എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. പെണ്ണെ, എന്തിനാണ് നീ വീട്ടിൽ നിൽക്കുന്നത്? എന്തിനാടാ നീ വീട്ടിൽ നിൽക്കുന്നത്? നിനക്ക് ഇഷ്ടമുള്ളപ്പം പോവാം, ഇഷ്ടമുള്ളപ്പം വരാം. ഇവിടുത്തെ ആണുങ്ങൾ പോകുന്നില്ലേ? പെണ്ണെ, എന്താ നിനക്കും പോയാ? നിനക്കും പോവാം, നിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? നിനക്ക് നിന്റേതായ ആശയമില്ലേ? നിന്റേതായ ഒരു മാനസികാവസ്ഥയില്ലേ? നീ ആർക്കാണ് പെണ്ണെ അടിമപ്പെടുത്തുന്നത്? ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം വെച്ച് നീട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ശക്തികളെല്ലാം കൂടി രൂപപ്പെടുത്തിയെടുത്ത ചില ഗൂഢാലോചനയുടെ ഫലങ്ങളാണ് ഈ സ്ത്രീ വിരുദ്ധതയായി ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, മതങ്ങളൊക്കെ പുരോഗമനത്തിന് വിരുദ്ധമാണ്. ഞങ്ങളുടെ ആശയമാണ് പുരോഗമനപരം. നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങൾ പറയുന്ന ആശയമാണ് പുരോഗമനപരം അല്ലേ? പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങണം, ജീൻസ് ഇടണം. അനുവാദം ചോദിക്കാറില്ല, പെണ്ണും അങ്ങനെ ചോദിക്കണ്ട. കെട്ടിയ പെണ്ണിന്റെ വീട്ടിൽ, ആണിന്റെ വീട്ടിലല്ല പോയി നിൽക്കുന്ന, പെണ്ണിന്റെ വീട്ടിലും നിൽക്കണം. ഇങ്ങനെ ഫെമിനിസം കുത്തി നിറച്ചു പോയ ചില ബുദ്ധികൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങൾ പറയുന്നതൊക്കെ പുരോഗമനമാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ പഴഞ്ചനാണ്. ഇവത്തുങ്ങളൊന്നും 1990 അല്ല, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ടീമാണ്. ഞങ്ങൾ പറയുന്ന പുരോഗമനത്തിന് ഇപ്പൊ കൂടെ നിൽക്കൂ. കാലഘട്ടത്തിലേക്ക് ആയില്ലേ? ഇപ്പോഴും നിങ്ങൾ ഈ തൊപ്പിയും താടിയും വെച്ച് മണ്ടത്തരവും പറഞ്ഞു നടക്കുക. ഞങ്ങളെ ഫ്രണ്ട്സിനെ നിങ്ങൾ കളിയാക്കുക. ഇച്ചിരിയെങ്കിലും വിവരത്തോടെ വിദ്യാഭ്യാസത്തോടെ ഞങ്ങളോടൊപ്പം ചേർന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മതങ്ങൾ പുരോഗമന വിരുദ്ധമാക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ മാനിക്കുകയും അംഗീകരിക്കുകയും ഒരു സ്വർണ്ണക്കട്ടി സൂക്ഷിക്കും പോലെ അവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ട് നടക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം സ്ത്രീ വിരുദ്ധ മതമാക്കിക്കൊണ്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുമ്പോ, പുരോഗമനം പറഞ്ഞിട്ട് ചില നാടകങ്ങൾ നടത്തിയിട്ട് ഇവിടെ ഞങ്ങൾ പുരോഗതി ഉണ്ടാക്കി തരാൻ ഞങ്ങളെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞ് പെണ്ണിനെ കൂടെ കൂട്ടിയിട്ട് ഇവിടെ ചതിയിൽ നമ്മുടെ പെൺകുട്ടികളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. നമ്മൾ കൃത്യമായി കാഴ്ചപ്പാടുള്ളവരാകേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഏതാ? ഒരാള് പറ. ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് നിങ്ങൾ പറ. ഏതാ ഏറ്റവും വലിയ മുദ്രാവാക്യം? ഏയ്, ആർക്കും എന്താ റെസ്പോൺസ് ഇല്ലാതെ ഉറങ്ങുവാന്നോ? വയല് പറയാം, വയലൊക്കെ പറയാം. മൈക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു ശബ്ദം അങ്ങോട്ട് നല്ല പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഓക്കെയാണ്, എക്കോ ഒക്കെയാണ്, ശബ്ദം അങ്ങോട്ട് പിടിക്കുക ആദ്യം പോലെ. ഇല്ല, ഞാൻ മൊത്തം നിന്നങ്ങ് വയല് പറഞ്ഞുതരാം നീട്ടി. അങ്ങനെ പറയാൻ വയ്യ. അല്ലെങ്കിൽ നമ്മൾ ഈ DD3 പോലുള്ള എന്തെങ്കിലും വെച്ചാലും റാത്തായന അല്ലേ? DD3 ഇല്ല അല്ലേ? ആ, കുഴപ്പമില്ല. കൂടുതൽ ഈ DD3 പ്രസംഗിച്ച് ശീലിച്ചനെ കൊണ്ട് അതല്ലാത്ത മൈക്ക് കിട്ടിയ വലിയ പാടാ. ഏതായാലും പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്
സ്ത്രീ വിരുദ്ധത ചില ചതിയുടെ ഫലമാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം ഏതാണ്? നിങ്ങൾ പറയാനാ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുക. സ്ത്രീ സമത്വമാണ്. സ്ത്രീക്ക് തുല്യത കൊടുക്കുക എന്നുള്ളതാണ്. സ്ത്രീ സമത്വമാണ് ഇന്നത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം. ഇവിടെ നമ്മൾ ഫെമിനിസത്തെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുക എന്നതിനപ്പുറം വിഷയങ്ങളെ കൃത്യമായി അവലോകനം ചെയ്ത് മനസ്സിലാക്കുക എന്നതിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അറിവിനേക്കാൾ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ സമകാലികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സമത്വം തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തുമ്പോ ആ സമത്വത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് രൂപപ്പെട്ടത്? സ്ത്രീ സുരക്ഷയുടെ മേഖലയല്ല ആധുനിക യുഗം എന്ന് നമുക്കറിയാം. സ്ത്രീ ഒരു മേഖലയിലും ഒരു പൊതുയിടത്തും ഒരു സ്ത്രീയും സുരക്ഷിതയല്ല, കാലം ഇത്ര കഴിഞ്ഞിട്ടും എന്ന് നമുക്കറിയാം. അവിടെയാണ് ദീനുൽ ഇസ്ലാം ഒരു അതിർവരമ്പ് നിശ്ചയിച്ചത്. ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ ഒരിടമുണ്ടാകണം, പെണ്ണിന് പെണ്ണിൻ്റെതായ ഒരിടമുണ്ടാകണം. അതല്ലാതെ അവർ കൂടിക്കലരാൻ പാടില്ല, അവർ അങ്ങോട്ട് ഇടകലരാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ കളിയാക്കുമ്പോ തുല്യതയും സമത്വവും ഞങ്ങൾ അങ്ങ് കൈവെള്ളയിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടികളെ കൂടെ കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പെണ്ണെ, എന്റെ ഉമ്മമാരെ, എന്റെ പെരുമ്പുഴയിലെ കുടുംബത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ഉമ്മമാരെ, സഹോദരിമാരെ, നിന്റെ പുരോഗമനത്തിനാണ്, നിന്റെ പ്രോഗ്രസിനാണ് ഇതൊക്കെയും എന്നാണ്. ആണുങ്ങളെ പോലെ നിങ്ങളാകണം, സമത്വം നമുക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ മാടി വിളിക്കുന്നത് എങ്ങോട്ടേക്കാണ് എന്ന് രണ്ടു വട്ടം എന്റെ ഉമ്മമാര് ചിന്തിക്കണം, എന്റെ സഹോദരിമാര് ചിന്തിക്കണം. എങ്ങോട്ടാണ് പോകുന്നത്? ഇറുകിപ്പിടിച്ച പാൻറ്റും ഇറുകിപ്പിടിച്ച വസ്ത്രവും ശരീരത്തിന്റെ പല മാംസളമായ ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് നമ്മുടെ പെൺമക്കൾ സ്കൂളുകളിലും ക്യാമ്പസുകളിലും വരെ പോകാൻ തയ്യാറാകുന്നുവെങ്കിൽ, അന്യപുരുഷന്മാരുടെ മുന്നിലൂടെ നടക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇവര് പറയുന്നത് എന്താ? ഇത് ഞങ്ങളെ ഇഷ്ടമാണ്, ഇത് നിന്റെ ഇഷ്ടമല്ല പെണ്ണെ. കാരണം എന്തെന്നറിയുമോ? നിന്റെ ഇഷ്ടമാണ് എന്ന് കോളേജ് കുമാരിയായപ്പോ ഞാൻ ഇറുകിയതിടും, അതിന് നിനക്കെന്താ? എനിക്കിഷ്ടമുള്ളത് ഞാൻ ധരിക്കും, എന്റെ ഇഷ്ടമുള്ളത് ഞാൻ കാണിക്കും എന്ന് നീ വാദിക്കുമ്പോ എന്റെ യുക്തിവാദികളായ പെണ്ണുങ്ങളോടടക്കം, ഈ വേദിയിൽ വന്ന മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടടക്കം പറയാനുള്ളത്, നീ അങ്ങനെ പറയുന്നതാണ്, അത് നിന്റെ ഇഷ്ടമല്ല. കാരണം എന്തെന്നറിയുമോ? ഇത് നീ എവിടെ നിന്ന് പകർത്തിയതാ? ഈ സിനിമാ മേഖലയിൽ നിന്ന് പകർത്തിയതാണ്. ഇവിടുത്തെ നടിമാരിട്ട് കാണിച്ച വസ്ത്രം അത് കണ്ട് 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 നീ നിന്റെ ജീവിതത്തിൽ ശീലിച്ചതാണ്. അല്ല എന്ന് നീ പറ. നടിമാരോ സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടതായിരുന്നോ? ഒരു നടി ഏത് സിനിമയിൽ ഏത് വസ്ത്രം ധരിക്കണമെന്ന് ആണത്തമാണ് തീരുമാനിക്കുന്നത്, പെണ്ണല്ല തീരുമാനിച്ചത്. ഇവിടുത്തെ ആണത്തമാണ് തീരുമാനിച്ചത്. നീ ആണിന്റെ അടിമയാണോ പെണ്ണെ? നീ ആണിന്റെ അടിമയാണോ? സംവിധായകന്റെ അടിമയാണോ? ആ സംവിധായകൻ പറഞ്ഞത് പെണ്ണിട്ടു, ഒരു സിനിമ നടിയിട്ടു, അവള് വർഷങ്ങളോളം ഇട്ടുകൊണ്ട് നടന്നപ്പോ കാഴ്ചയ്ക്ക് കൗതുകം തോന്നി നീയും ഇട്ടു. ഇതിൽ എവിടെയാണ് നിന്റെ തിരിച്ചറിവ്? നിന്റെ സ്വയം ഇഷ്ടപ്രകാരം എന്നത് എവിടെയാണുള്ളത്? പ്രിയപ്പെട്ട സഹോദരി, നീ രണ്ടു വട്ടം മനസ്സിൽ കൈവച്ച് ആലോചിക്കണം. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താ? നഗ്നതയൊക്കെ നോർമലൈസ് ചെയ്യണം, അതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ നഗ്നത കണ്ടാലൊന്നും കുഴപ്പമില്ല. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടുപോയപ്പോ തുടച്ച് കണ്ട്, അല്ലെങ്കിൽ മുട്ട് കണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗം കണ്ട്, എന്താ പ്രശ്നം? അതൊക്കെ നോർമലൈസ് ചെയ്യണമെന്നാണ് ഇവിടുത്തെ ഫെമിനിസവും യുക്തിവാദികളും ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൽ അടക്കം വാദിക്കുന്നത്, സാംസ്കാരിക കേരളത്തിൽ വാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവര് പറയുന്നത് എന്താണെന്നറിയോ? യൂറോപ്പിലൊന്നും പ്രശ്നമില്ലല്ലോ, യൂറോപ്പിലൊന്നും കുഴപ്പമില്ലല്ലോ, അവിടെയൊക്കെ അങ്ങനല്ലേ നടക്കുന്നത്. പ്രശ്നമില്ല എന്ന് ആരാ പറഞ്ഞേ? ഇവിടെ നിന്നുകൊണ്ട് യൂറോപ്പിൽ പ്രശ്നമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? അമേരിക്കയിൽ പ്രശ്നമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇതൊക്കെ കാണുമ്പോ ഒരു പ്രശ്നമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? അത് നീ പറഞ്ഞാ പോരാ. നിന്നെ കാണുമ്പോ, നിന്റെ ഈ വസ്ത്രധാരണം കാണുമ്പോ പുരുഷന്മാരുടെ മൈൻഡ് എന്താണ് എന്ന് ഇവിടുത്തെ ആൺവർഗമാണ് പറയേണ്ടത്. തുറന്നു പറയില്ല, ഒരാണും തുറന്നു പറയില്ല. ഇനി ആണ് പറയാത്ത പക്ഷം ആരാ പറയേണ്ടത്? പ്രിയപ്പെട്ട സഹോദരി, പെണ്ണാണ് പറയേണ്ടത്. ആണ് പറയാത്ത പക്ഷം പിന്നെ പറയേണ്ടത് ആരാ? പഠനങ്ങളാണ് പറയേണ്ടത്, ആധുനിക ശാസ്ത്രമാണ് പറയേണ്ടത്. ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്പിലൊന്നും നഗ്നത കാണുന്നതിന് പ്രശ്നമില്ലല്ലോ. ഞങ്ങളൊക്കെ അത്തരത്തിലുള്ള ബിക്കിനി അടക്കം ഇട്ടുകൊണ്ട് നടക്കാറുണ്ടല്ലോ അവിടങ്ങളിൽ. അവിടെയുള്ള ആണുങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? ഇതൊരു വലിയ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. ശാസ്ത്രീയമായ പഠനം നമ്മൾ മനസ്സിലാക്കണം. ആൺവർഗം സത്യം തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, ഇങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോ നമ്മുടെ മാനസിക മൈൻഡ് എന്താണെന്ന് തുറന്നു പറയാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ,
വുമൻ സെക്സ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആരാണ് നടത്തിയത്? ഞാൻ നടത്തിയതല്ല. സയന്റിഫിക് അമേരിക്കൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ പഠനത്തിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ. എന്റെ വാക്കുകളല്ല. വുമൻ എന്ന് പറയുന്നത്, പെണ്ണെന്ന് പറയുന്നത് വെറും ഒരു ലൈംഗിക വസ്തുവായി മാത്രം കാണുന്ന പുരുഷന്മാരുടെ മാനസികാവസ്ഥയെ കുറിച്ച് അമേരിക്കൻ സയന്റിഫിക് പുറത്തുവിട്ട റിപ്പോർട്ടുണ്ട്. ആ പഠനം നീ ഒന്ന് വായിക്കണം. അവർ തന്നെ ആ പഠനത്തിൽ എഴുതുകയാണ്. ഞാനത് വായിക്കുമ്പോ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. Then they had them and looked at the photos while their brains were scanned and what she found was that ഒരു പെണ്ണിന്റെ ചിത്രം കാണുമ്പോ, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ നഗ്നത കാണുമ്പോ, ഒരു പെണ്ണിനെ കാണുമ്പോ ഈ മനുഷ്യന്റെ തലച്ചോറ് ഏതവസ്ഥയിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് സയന്റിഫിക് അമേരിക്കൻ തന്നെ പറയട്ടെ. This memory correlated with activation in past of the brain that is a premotor having intentions to act on something. എന്തെങ്കിലും ഒന്ന്, ഒരു യന്ത്രം പ്രവർത്തിക്കും പോലെ ഒന്ന് പ്രവർത്തിക്കുകയാണ് ഈ മനുഷ്യന്റെ ശരീരം. ഒരു മോട്ടോർ വർക്ക് ചെയ്യും പോലെ, അതായത് യാന്ത്രികമായി മനുഷ്യബുദ്ധി എന്നതിനെയും വിട്ടിട്ട് യാന്ത്രികമായിട്ട് ഈ മനുഷ്യന്റെ മനസ്സ്, ആണിന്റെ മനസ്സ്, അവന്റെ തലച്ചോറ് മാറുന്ന അവസ്ഥയെ കുറിച്ചാണ് പഠനം പറയുന്നത്. ആ സാഹചര്യത്തിൽ എന്താണ് അവന്റെ മനസ്സ് മന്ത്രിക്കുക? So it was as if they immediately thought about how they might act on these bodies. ആ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ മനുഷ്യന്റെ, പുരുഷന്റെ തലച്ചോറ് മാനസികമായി പരിവർത്തിക്കപ്പെടുന്നു എന്ന് ആധുനിക പഠനമാണ്. ഞാൻ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സെർച്ച് ചെയ്യണം. നഗ്നത കാണുമ്പോ അതൊന്ന് ആസ്വദിക്കാൻ. ഇനി എത്ര വലിയ മുത്തഖി എന്ന് പറഞ്ഞാലും ഒന്ന് കണ്ടാൽ മനുഷ്യന്റെ മനസ്സ് തിരിയുന്നു എന്ന് ആധുനികത പറയുമ്പോ പ്രിയപ്പെട്ടവരെ, അതല്ലയോ 6 നൂറ്റാണ്ടുകൾക്കപ്പുറം നിന്നുകൊണ്ട്, മക്കയുടെ മണലാരണ്യത്തിൽ നിന്നുകൊണ്ട് അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചിട്ടത്. ഈ ആധുനിക പഠനങ്ങളെങ്കിലും നമ്മൾ കണ്ടില്ല എന്നടിക്കുകയാണോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും അങ്ങനെയല്ല. ഈ പഠനങ്ങളൊക്കെ ഇന്നത്തെ നടിമാരെങ്കിലും ഒന്ന് മുഖവിലേക്ക് എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരെങ്കിലും ഇത്തരം പഠനങ്ങളൊന്ന് മുഖവിലേക്ക് എടുക്കണം. ഓരോ സിനിമയിലും 5ഉം 10ഉം അശ്ലീല ഗാനങ്ങളിൽ ഏർപ്പെട്ട ഈ പെണ്ണുങ്ങൾക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായി എന്നതിൽ നമുക്ക് ഖേദമില്ല, തുറന്നു പറയട്ടെ. ഏതെങ്കിലും ഒരു പെൺകുട്ടി, പാവപ്പെട്ട പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടിരുന്നെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും. നമ്മൾ ആ ഇരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഈ നടിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സൗകര്യമില്ല. കാരണം ഈ മനുഷ്യകുലത്തിനെ മുഴുവനും ഓരോ സിനിമയിലൂടെയും 5ഉം 10ഉം ഇക്കിളി ഗാനങ്ങൾ കാണിച്ചുകൊണ്ട് ത്രസിപ്പിക്കാൻ ഈ പെണ്ണുങ്ങൾ തയ്യാറായിരുന്നു. എന്നിട്ട് പിന്നീട് പരാതിയുടെ കെട്ടഴിച്ചു വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, ഈ പെണ്ണുങ്ങൾ ആരാണ്? ഈ നടിമാരാണ് ആരാണ്? ഈ ഫെമിനിസത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് 6ആം നൂറ്റാണ്ടിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ, ഇസ്ലാമിന്റെ നിയമത്തെ, ആണ് പെണ്ണും ഒരുമിക്കരുത് എന്ന് പറഞ്ഞ നിയമത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞ ഈ ആളുകൾ തന്നെ ഒരു വശത്ത് വാദികളാവുകയും ഒരു വശത്ത് പ്രതികളാവുകയും ചെയ്യുന്ന കാഴ്ച, ഒരു വശത്ത് ഇരകളാവുകയും മറു സൈഡിൽ പ്രതികളാവുകയും ചെയ്യുന്ന കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരികയാണ്. ഇതൊക്കെ പുരോഗമനത്തിന്റെ ഭാഗമാണെന്ന് അവർ വാദിക്കുക. ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾ അറിയണം, എന്റെ യുവാക്കൾ അറിയണം, നിങ്ങൾ അറിയണം, ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് കൊണ്ടുവന്നു മഹാരാജാസ് കോളേജിലടക്കം. ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് ആണിനും പെണ്ണിനും ഒരുമിച്ചിരുന്ന് കാര്യസാധനം നടത്താൻ ടോയ്ലറ്റ് കൊണ്ടുവന്നു. ആ കോളേജിലെ പെൺകുട്ടികളടക്കം യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കൂ. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പ്രശ്നമില്ല, പിന്നെ ഇവിടുത്തെ പ്രായം ചെന്നവർക്ക് എന്താ, മതത്തിന്റെ ആൾക്കാർക്ക് എന്താ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, ഞങ്ങളൊക്കെ ഫ്രണ്ട്സുകളല്ലേ. പ്രിയപ്പെട്ടവരെ, പ്രശ്നമില്ലെന്ന് നീ പറഞ്ഞാ മതിയോ? അങ്ങ് യൂറോപ്പിലും ഇതുപോലെ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റുകൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് എടുത്തിട്ട് സെർച്ച് ചെയ്യൂ. എത്ര യുവതികളാണ് പരാതികൾ കോടതിയിൽ നിന്ന് വാദിക്കുന്നത്? എത്ര പേരുടെ വാർത്തയാണ്, വീഡിയോസ് ആണ് യൂട്യൂബിലടക്കമുള്ളത്? എത്ര എണ്ണമാണ് ടിവികളിൽ, വാർത്തകളിൽ, വാർത്താ മീഡിയകളിൽ കൂടി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടത്? എത്ര വാർത്തകളാണ്? എന്നെ ബുദ്ധിമുട്ടിച്ചു, ലൈംഗികാവയവം അവിടെ നിന്ന് കാണിച്ചു, ആ സമയം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറഞ്ഞു വരുന്ന വാർത്തകൾ എത്ര എണ്ണമാണ്? മഹാരാജാസ് കോളേജിലടക്കം സാംസ്കാരിക കേരളത്തിനെ ഞെട്ടിപ്പിച്ച രൂപത്തിൽ, ലജ്ജിപ്പിച്ച രൂപത്തിൽ ജനറൽ ന്യൂട്രൽ ടോയ്ലറ്റ് കൊണ്ടുവന്നിട്ട് ഇത് ഞങ്ങളുടെ സംസ്കാരമാണ് എന്നൊരു സമൂഹം വാദിക്കുമ്പോ 6 നൂറ്റാണ്ടുകൾക്കപ്പുറം നിന്നുകൊണ്ട്
ആ ടോയ്ലറ്റുകളുടെ ഉള്ളിൽ നടക്കാൻ പോകുന്ന അപകടങ്ങളെ, ആ സിനിമാ മേഖലയുടെ ഉള്ളറകളിൽ നടക്കാൻ പോകുന്ന അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടയിടുകയാണ്. നിങ്ങൾ ഇനി എത്ര പഴഞ്ചനെന്ന് പറഞ്ഞാലും, എത്ര മോശപ്പെട്ട നിയമമെന്ന് പറഞ്ഞാലും, അപകടം പതിയിരിക്കുന്ന നിയമത്തിനേക്കാളും ആ സംസ്കാരത്തിനേക്കാളും എത്രയോ ഭേദപ്പെട്ട നിയമമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുല്ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, റസൂലുള്ള എങ്ങനെയാണ് ഈ വിഷയത്തിനെ ഇങ്ങോട്ട് നിർവചിച്ചു തന്നത്, എങ്ങനെയാണ് ഈ നിയമനിർമ്മാണം നടത്തിയത്. ഒറ്റയടിക്കെല്ലാം ഉപേക്ഷിക്കലല്ല. ഒന്നാമതായിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. ഒരന്യ പുരുഷനോ ഒരന്യ പെണ്ണോ പരസ്പരം കണ്ടാൽ അവന്റെ കണ്ണവന് വെട്ടിമാറ്റട്ടെ, അവന്റെ കണ്ണവൻ ചിമ്മിയടക്കട്ടെ, അവളുടെ കണ്ണിനെ അവളങ്ങ് പെട്ടെന്ന് താഴ്ത്തട്ടെ. രണ്ടാമതൊരു നോട്ടം, ആ സൗന്ദര്യം ആസ്വദിക്കാൻ, ആ തൊലിയുടെ വെളുപ്പറിയാൻ, ആ ചുണ്ടിന്റെ ചുവപ്പറിയാൻ, ആ കണ്ണിന്റെ അഴകറിയാൻ നോക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നോക്കരുത് എന്ന ആദ്യപടിക്ക് തടയിടുകയാണ്. നോക്കരുത് എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തിൽ പീഡനത്തിലേക്കും, ഭാവി കാലത്തിൽ ചൂഷണത്തിലേക്കും, ഭാവി കാലത്തിൽ ഇരയാക്കപ്പെടുന്ന വാർത്തകളിലേക്കും കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള ഓരോ വഴിത്താരകളുടെയും ആദ്യത്തെ പടിയാണല്ലോ നോട്ടമെന്ന് പറയുന്നത്. ആ നോട്ടം നിന്റെ ഭാഗത്ത് നിന്ന് അന്യ പുരുഷനിലോ അന്യ സ്ത്രീയിലോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ടൊരു പക്ഷേ നോക്കിപ്പോയാൽ അന്യ ഒരു പെണ്ണിനെ കാണേണ്ടി വന്നാൽ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ഒരു പക്ഷേ അവരുമായിട്ടൊന്ന് സംസാരിക്കേണ്ട സാഹചര്യം ഏതെങ്കിലും ഒരു രൂപത്തിൽ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സംഭവിച്ചാൽ, ഒരന്യ പുരുഷനോടൊപ്പം ഒരന്യ സ്ത്രീയിനോടൊപ്പം പരസ്പരം ഒന്ന് സംസാരിക്കേണ്ടുന്നൊരു സാഹചര്യം വന്നുപോയാൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫലാ തഖ്ളഅന, പെണ്ണേ നീ കൊഞ്ചിക്കൊടയല്ല, ആ പുരുഷനോട് കൊഞ്ചിക്കൊടഞ്ഞിട്ട് താളാത്മകമായി നീ സംസാരിക്കല്ല. ഫലാ തഖ്ളഅന ബിൽ ഖൗലി, കൊഞ്ചലോടെ ആ പുരുഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കല്ല. എന്നിട്ടല്ല അതിന്റെ കാരണം പറഞ്ഞതെന്താ, അങ്ങനെ നീ എങ്ങാണം ഒരന്യ പുരുഷന്റെ മുന്നിൽ നിന്ന് കൊഞ്ചിക്കുഴഞ്ഞാൽ, ഇന്ന് സയന്റിഫിക് അമേരിക്കൻ ആധുനിക പഠനമായി ലോകത്തിന്റെ മുന്നിൽ മുന്നോട്ട് വെച്ച റിപ്പോർട്ടിനെ അള്ളാന്റെ ആയത്തായിട്ട് പറയട്ടെയോ, ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദൂൻ. ഹൃദയത്തിൽ മറദുള്ള, ഹൃദയത്തിൽ രോഗമുള്ള ചില ആണുങ്ങളുണ്ട്, ഹൃദയത്തിൽ രോഗമുള്ള മനുഷ്യന്മാരുണ്ട്. ഫയത്മഅ, അവൻ നിന്റെ ശരീരത്തിന്, നിന്റെ മനസ്സറിയാതെ, നീ അറിയാതെ, നിന്റെ ചിന്തയില്ലാതെ അവൻ ആഗ്രഹിക്കുന്നതാണ്. ആ ആഗ്രഹം അപകടത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആധുനിക പഠനങ്ങൾ ഇത് പറയുമ്പോ ആ പഠനത്തെയും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിശയിക്കുകയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദൂൻ. ഹൃദയരോഗമുള്ള ആണുങ്ങളുണ്ടല്ലോ, അവരുടെ ഹൃദയത്തില് വല്ലാത്ത ചില ചിന്തകൾ ഉദിക്കുകയാണ്, ആഗ്രഹങ്ങൾ ഉദയം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കൂടിക്കലർന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, കൂടിക്കലർന്നു പോയാൽ എന്താണ് കുഴപ്പം? അത് കുഴപ്പമാണെന്ന് പറഞ്ഞ ഇസ്ലാമിനാണ് കുഴപ്പം എന്ന് പറഞ്ഞ ആളുകളൊക്കെയും ഒരു സൈഡില് പീഡിതരാവുകയും മറു സൈഡില് പ്രതികളാവുകയും ചെയ്യുന്ന
ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം 6-ാം നൂറ്റാണ്ടിന്റെ ഇരുണ്ട യുഗത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നിയമനിർമ്മാണം നടത്തിയ ലോകത്തിന്റെ നേതാവ്, മലകളകിലവും ഗോളവിധാനങ്ങളിലും വാഴ്ത്തപ്പെടുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ ആർക്കാണിത് പറയാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, ആർക്കാണിത് പറയാൻ കഴിയുക? എൻ്റെ പെരുമ്പുഴയിലെ ഉപ്പമാരെ, എൻ്റെ പെരുമ്പുഴയിലെ ഉമ്മമാരെ, എൻ്റെ പെരുമ്പുഴയിലെ പിതാക്കന്മാരെ, എൻ്റെ കുടുംബാദികളെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങളെ, അല്ലാഹ് ദീനുൽ ഇസ്ലാമിന്റെ നിയമം എന്നാൽ, അള്ളാന്റെ റസൂലിന്റെ നിയമ നിർമ്മിതി എന്നാൽ പച്ചമണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള പ്രായോഗികമായ നിയമമാണെന്ന് കാലഘട്ടം അടിവരയിടുകയാണ്. യുഗയുഗാന്തരങ്ങളെ അതിജയിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാലങ്ങളെ അതിജയിക്കുകയാണ്. ദീനിന്റെ നിയമം അത് ഏതെങ്കിലും ഒരു മൗഢ്യമായ സ്വപ്നക്കൂടാരത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ടുള്ള ഏതെങ്കിലും ചില സ്വപ്ന സഞ്ചാരികളുടെ മൗഢ്യമായ വാക്കുകളല്ല. യാഥാർത്ഥ്യത്തോടെ മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യന്റെ അറിവുകളെയും തിരിച്ചറിവുകളെയും ഏത് രൂപത്തിൽ വിനിയോഗിക്കണമെന്ന്, എങ്ങനെ അവതരിപ്പിക്കണമെന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ട് നിയമനിർമ്മാണം നടത്തുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കീൻ. ഇത്രയും വലിയ വിഷയങ്ങളിൽ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ നിയമനിർമ്മാണത്തിന് കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ ഇത്തരം വലിയൊരു വിഷയത്തെ തന്നെ എടുത്തു വെച്ച് നമുക്ക് ചർച്ച ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ചെറുതോ വലുതോ ആയ ഏതൊരു നിയമത്തിനും ഇതേ പ്രാധാന്യമുണ്ട്. പക്ഷേ ചർച്ച ചെയ്താൽ ഈ 2 മണിക്കൂർ കൊണ്ട് ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല.